മജ്ദൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ അവർക്ക് സ്വയബുദ്ധി ഇല്ല തോന്നും. അല്ലാഹു തആല മജ്ദൂബ് പോലെ മജ്ദൂബുണ്ട്. മജ്ദൂബികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മജ്ദൂബ് അല്ലാഹു തആല അവരുടെ ബുദ്ധി അള്ളാഹുലേക്ക് പിടിച്ചിരിക്കുന്നു. അള്ളാഹുവിനുള്ള ഇഷ്കില് പ്രേമത്തിൽ അവർ ലയിച്ചുപോയി. പുറത്ത് നടക്കുന്നത് അവർ ചെയ്യുന്നതും പറയുന്നതൊന്നും നമുക്കൊരു ലെവല് തോന്നൂല. ഇങ്ങനെയുള്ള വിഭാഗമാണ് മജ്ദൂബിയങ്ങൾപ്പെട്ട ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം മജ്ദൂബിയങ്ങളുണ്ട്. അള്ളാഹുവിനുള്ള ഇഷ്ക്, മഹബത്ത് അത് അമിതമായി പോയി. അവർക്ക് അള്ളാഹുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാതായി പോവുക, നിസ്കരിക്കാൻ കഴിയാതായി പോവുക. നിസ്കരിക്കുന്ന സംഗതി ആലോചിക്കുമ്പോൾ അതുപോലത്തെ സംഗതികൾ ചെയ്യുമ്പോൾ അവർക്ക് ജദ്ബ് വന്നു പോവുക, ബുദ്ധി നഷ്ടപ്പെട്ടു പോവുക. മുഹ്മഅലൈഹി എന്ന് പറഞ്ഞ മാതിരി, ബോധശ എന്ന് പറഞ്ഞ മാതിരി ഏത് ലോകത്തുനിന്ന് അറിയില്ലാതെ ആയി പോവുക, പരിഭ്രാന്തത വന്നു പോവുക. അപ്പൊ നിസ്കാരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അവർ പരിഭ്രാന്തരായി പോയി, പിന്നെ നിസ്കാരം നടക്കൂല. ഇങ്ങനെ ഒരു വിഭാഗം മജ്ദൂബികളുണ്ട്. ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴോ കളിക്കുമ്പോഴോ ചിരിക്കുമ്പോഴൊന്നും അവിടെ പ്രശ്നമൊന്നുമില്ല. അള്ളാഹുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തിന് ലെവല് തെറ്റിപ്പോകും. എങ്ങനെയുണ്ട് ഈ അബുദാലിങ്ങളിൽപ്പെട്ട മജ്ദൂബായ ടീമുണ്ടല്ലോ, മജ്ദൂബ് പറഞ്ഞ പിരാന്ത് പച്ചമലയാളത്ത് പറഞ്ഞാല് ആ മജ്ദൂബിങ്ങളായ ആൾക്കാര് കുറെ തടി ഉണ്ടെങ്കിലും നിസ്കരിക്കൂല. കാരണം എന്താ? അള്ളാഹുവിലുള്ള ഇഷ്കോണ്ട് കൊണ്ട് ലയിച്ചിട്ട് അതിലും കുത്തി മറിഞ്ഞിട്ട് തൊള്ളി തോന്നിയതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ അവർ പറയണത് നമുക്ക് തിരിയില്ല. അതിനാണോ പിരാന്ത് എന്ന് പറയാ? നിങ്ങളതിന് മജ്ദൂബ് പറഞ്ഞ ഇസ്തിരിട്ട കുപ്പായിട്ട് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? പിരാന്ത് അങ്ങനെ പറഞ്ഞാൽ മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്നിട്ടോ ഇവർ അള്ളാഹുവിലുള്ള ഇഷ്കം കൊണ്ട് മൂത്തിട്ട് അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിസ്കരിക്കാൻ കൊണ്ട് തോന്നൂല. പണ്ട് ഒരുത്തം പറഞ്ഞില്ല, പടച്ചോനെ പേടിച്ചിട്ട് പള്ളിക്ക് കിടക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇവരെന്ത് ചെയ്യും? ഇവരിങ്ങോട്ട് നിസ്കരിക്കാൻ മാത്രം തോന്നൂല, അള്ളാഹുള്ള ഇഷ്കം കൊണ്ട് മൂത്തിട്ട് ഹുബുണ്ട് മൂത്തിട്ട്. ഇവിടെ ഒരു മിനിമം കോമൺ സെൻസ് വെച്ച് ആലോചിച്ചൂടെ? ഒരു ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ചൂടെ? ഒരു മനുഷ്യനോട് ഹുബ് മൂത്ത് കഴിഞ്ഞാൽ അയാളായിട്ട് കൂടുതൽ അടുക്കാനും അയാളായിട്ട് കൂടുതൽ ഇടപഴകാനും അയാൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ തയ്യാറാകുക അല്ലേ? ഇപ്പോൾ ഒരുത്തം പറയാണ്, എനിക്ക് കെട്ടിയോളോടുള്ള ഹുബ് കൊണ്ട് മൂത്തിട്ട് പ്രണയം കണ്ട് തരി കയറിയിട്ട് പ്രേമം കണ്ട് ഒലിച്ചിറങ്ങിയിട്ട് ഓളത്തേക്ക് പോകാൻ തന്നെ തോന്നണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലക്ക് എന്തോ ഒരു തകരാറുണ്ടെന്നല്ലേ നമ്മൾ പറയാ അല്ലേ? ഇതൊരു മജ്ദൂബാണെന്ന് പറയും. അങ്ങനെ ആരെങ്കിലും പറയോ? ഒരു മനുഷ്യനായിട്ട് ഹുബ് മൂത്തിട്ടാണ്ട് അടുക്കാതിരിക്കുക, അയാൾ പറഞ്ഞ് ചെയ്യാതിരിക്കുക, അതെന്ത് സോക്കറാടത്? എന്താണ് ഈ അസുഖം? അപ്പൊ നിസ്കരിക്കാൻ മാത്രം വയ്ക്കൂല, ബാക്കിയുള്ള എല്ലാ പണിക്കും മജ്ദൂബിന് വയ്ക്കും.